ചാണ്ടി ഉമ്മൻ, ഷാഫി പറമ്പിൽ കേരള രാഷ്ട്രീയത്തിൽ UDF-ന്റെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രോമിസിംഗ് ആയി UDF-കാർ തന്നെ കോൺഗ്രസ്സുകാർ തന്നെ കൊണ്ടുപോകുന്ന രണ്ട് മുഖങ്ങൾ. ഈ രണ്ട് മുഖങ്ങളെ ഇന്ന് എന്തുകൊണ്ടാണ് രാഷ്ട്രീയ കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നത്? ഒരാൾ വലിയ രീതിയിൽ പാസീവായ ഒരു മൈൻഡ് സെറ്റ് എടുത്ത് പുറകോട്ട് പോയി, ഒരാൾ വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നു. നമുക്ക് നോക്കുമ്പോ ചാണ്ടി ഉമ്മനെയും ഷാഫി പറമ്പിലിനെയും കമ്പയർ ചെയ്യുന്ന സമൂഹ മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങൾ, രാഷ്ട്രീയ നിരീക്ഷകർ മുഴുവനും ചാണ്ടി ഉമ്മന് ഒരു മാർക്ക് കൂടുതൽ കൊടുക്കുന്നു. ചാണ്ടിയുടെ തട്ട് താണിരിക്കുന്നു എന്ന് പറയുന്നു. പരിഹാരങ്ങൾ കൃത്യമായി ചാണ്ടി ഉമ്മൻ തന്നെ പറയുന്നു എന്നുള്ളതാണ്. ചാണ്ടി ഉമ്മന് പരിവാരങ്ങളില്ല, വലിയ രീതിയിലുള്ള അകമ്പടി സേവയില്ല. ചാണ്ടി ഉമ്മൻ തന്നെ ഒരു ബ്രാൻഡ് അംബാസഡറായി ചാണ്ടി ഉമ്മൻ തന്നെ കാര്യങ്ങളെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. നമുക്കെടുക്കാം നിലമ്പൂർ തെരഞ്ഞെടുപ്പ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ലീഗ് മുന്നിൽ നിന്ന തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിൻ നയിച്ചപ്പോ കുഞ്ഞാപ്പയുടെ കുട്ടികൾ പച്ച രാഷ്ട്രീയം പറയാൻ മലപ്പുറത്ത് ഇറങ്ങിയപ്പോ PK ഫിറോസ് ആവട്ടെ, ഷാഫി പറമ്പിലാകട്ടെ, എല്ലാവരും വലിയ രീതിയിൽ അവിടെ ക്യാമ്പയിനിങ്ങുമായി നടന്നു. പക്ഷെ കേരള ചരിത്രത്തിന്റെ, രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു നേതാവ് ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി ഏറ്റവും കൂടുതൽ വീടുകൾ കയറുക എന്നുള്ളതിന്റെ റെക്കോർഡ്, അത് വലിയ ഗിന്നസ് ബുക്ക് റെക്കോർഡ് ആവുകയോ വലിയ രീതിയിൽ എവിടെയും രേഖപ്പെടുത്തുകയോ ഒന്നും ചെയ്യുന്നില്ല. ചാണ്ടി ഉമ്മൻ തന്നെ, ചാണ്ടി ഉമ്മനോടൊപ്പം നിന്നവർ തന്നെ സാക്ഷ്യപ്പെടുത്തിയതാണ്. ആ എണ്ണം കേട്ട് നമ്മൾ ഞെട്ടിയതാണ്. വളരെ സൈലന്റ് ആയ പ്രവർത്തനം. കയറി ചെല്ലുന്നു, ഞങ്ങളുടെ ഉമ്മൻചാണ്ടി സാറിന്റെ മകൻ ഞങ്ങളുടെ വീട്ടിൽ വന്നു എന്ന് പറയുന്ന മൈലേജ് എടുത്ത് ചാണ്ടി കയറിയ വീടുകളുടെ എണ്ണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളതാണ്. ഷാഫി പറമ്പിലിനോ വലിയ പരിവാരങ്ങൾ. ഷാഫി വരുമ്പോ വലിയ ക്യാമ്പയിനിങ് ആണ് നടക്കുന്നത്. ഷാഫി വലിയൊരു ക്രൗഡ് പുള്ളറായി, ക്യാമ്പയിനറായി നിൽക്കുമ്പോ, അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ആ ഒരു റീച്ച് ഉണ്ടല്ലോ, സാധാരണ ജനങ്ങളിലേക്കുള്ള റീച്ച് കാണാൻ കൊള്ളാം. ഇങ്ങനെ വലിയൊരു ക്രൗഡ് പുള്ളിങ് വരുന്നു, ഒരു ജഗപൊക അന്തരീക്ഷം വരുന്നു. പക്ഷെ ആളുകളെ നേരിട്ട് റിയൽ ഫീൽ, ടച്ച് ചെയ്യുന്ന ഒരു ഫീല് ചാണ്ടി ഉമ്മനാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ചാണ്ടി ഉമ്മന് നിലപാടുണ്ട്, ഗ്രൂപ്പില്ല, ഏത് വിഷയത്തിലും കൃത്യമായ നിലപാട് പറയുന്നു എന്നുള്ളതാണ്. ചാണ്ടി ഉമ്മൻ ഒരുപക്ഷെ നമുക്ക് K മുരളീധരനെയൊക്കെ പോലെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന, ഏതൊരു വിഷയം ഉണ്ടായാലും ഏത് വിവാദം ഉണ്ടായാലും മാധ്യമങ്ങൾ ചെല്ലുമ്പോ എന്തെങ്കിലും പറയും, കൃത്യമായി നമുക്കൊരു നിലപാട് കിട്ടും എന്ന് തോന്നുന്ന നേതാക്കളെ പോലെയാകുന്നു ഈ ചെറിയ പ്രായത്തിലും ചാണ്ടി ഉമ്മൻ എന്നുള്ളതാണ്. കൃത്യമായി നിലപാട് പറയുന്നു. കഴിഞ്ഞ കേരളത്തിൽ കോൺഗ്രസിനെ ഏറ്റവും വലിയ കോളിളക്കം സൃഷ്ടിച്ച മുഖ്യമന്ത്രി ചർച്ചയിൽ പോലും ചാണ്ടി ഉമ്മൻ ഒന്നിലധികം തവണ മാധ്യമങ്ങളെ കണ്ടപ്പോ KCO RCO വീഡിയോ എന്ന് പറയാതെ കോൺഗ്രസിന്റെ മുഖം രക്ഷിക്കുന്ന പ്രസ്താവനകൾ മാത്രമാണ് ചാണ്ടിയിൽ നിന്ന് വന്നത് എന്ന് നമുക്കറിയാം. നേരെ അങ്ങോട്ട് നോക്കൂ, ഷാഫി പറമ്പിലേക്ക്. KC വേണുഗോപാലിനെ അനുകൂലിച്ചു എന്നത് പരസ്യമായപ്പോൾ സൈബർ അറ്റാക്കിങ്ങിന് വിധേയനായി. ആരുടെയാ? ഇവിടത്തെ സൈബർ സഖാക്കളുടെയല്ല, BJP-ക്കാരുടെയല്ല, നിഷ്പക്ഷമതികളുടെയല്ല. ഈ പാറശാല മുതൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഷാഫി ഓടി നടന്ന് വിയർപ്പൊഴുക്കി വിജയിച്ചു വന്ന UDF നേതാക്കൾ അടക്കമുള്ളവർ ഷാഫിക്കെതിരെ തിരിയുന്നത് നമ്മൾ കണ്ടു. സൈബർ അറ്റാക്കിങ്ങിന്, വലത് തരംഗത്തിലെ സൈബർ അറ്റാക്കിങ്ങിന് ഷാഫി വിധേയനാവുന്നത് നമ്മൾ കണ്ടു എന്നുള്ളതാണ്. പ്രവർത്തകരെ കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പൊ ഏറ്റവും അടുത്തൊരു കാര്യം എടുത്താൽ, ചാണ്ടി ഉമ്മന് മന്ത്രിസ്ഥാനം കിട്ടാതെ പോയി, അത് വലിയ വിഷമമായി ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ് മാധ്യമങ്ങളുടെ മുമ്പിൽ ചാണ്ടി ഉമ്മന് തൊട്ട് പുറകിലൊക്കെ നിന്ന ആളുകൾ പ്രതികരിക്കുമ്പോ, ചാണ്ടി ഉമ്മൻ സത്യപ്രതിജ്ഞയ്ക്കായി പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ ഖബറിടത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കുമ്പോ വലിയ രീതിയിലുള്ള ഒരു സ്വീകരണ പരിപാടി എടുത്തു. എന്താ ചാണ്ടി ഉമ്മൻ കൊടുത്ത കൃത്യമായ നിർദ്ദേശം? പ്രവർത്തകരോട് ഒരു കാര്യം പറഞ്ഞാൽ ആ പ്രവർത്തകർ റെസ്ട്രിക്റ്റഡ് ആകുന്നു, കൺട്രോൾഡ് ആകുന്നു. അതാണ് ഒരു നേതാവിന്റെ പവർ എന്ന് പറയുന്നത്. ഷാഫി വലിയൊരു ഷോ ഓഫ് ഇങ്ങനെ കാണിക്കും, വലിയ രീതിയിൽ ഇങ്ങനെ കാര്യങ്ങൾ നടത്തി പോകും എന്നുള്ളതല്ലാതെ ഷാഫി ഏതെങ്കിലും ഒരു കാര്യം ഹോൾഡ് ചെയ്തു, ഷാഫി ഏതെങ്കിലും ഒരു വിഷയത്തിൽ ആളുകളുടെ പ്രതികരണത്തെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിച്ചു, വഴിതെറ്റിപ്പോയ ഏതെങ്കിലും ഒരു കാര്യത്തിന് കൃത്യമായ ഒരു ഡയറക്ഷൻ കൊടുക്കാൻ ഷാഫിക്ക് കഴിഞ്ഞു എന്നുള്ളതിന്റെ ഒരു തെളിവും നമുക്കില്ല. ഷാഫി വരുന്നു, ആള് കൂടുന്നു, വലിയ രീതിയിൽ ഒരു ക്യാമ്പയിനിങ് ഉണ്ടാവുന്നു എന്ന് മാത്രം. സ്ഥാനമാനങ്ങളോടുള്ള ചാണ്ടി ഉമ്മന്റെ മറുപടി എന്താ? മന്ത്രിസ്ഥാനത്തെ കുറിച്ച് ചോദിക്കുമ്പോ
KPCC ഓഫീസിൽ വരാനിരിക്കുന്ന KPCC അധ്യക്ഷ സ്ഥാനത്തെ കുറിച്ച് ചോദിക്കുമ്പോ കൃത്യമായ മറുപടി. ശരിക്കും ഇന്ദിരാഭവന്റെ മുമ്പിൽ വെച്ച് കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിലിനോട് ചോദിക്കുമ്പോ ആദ്യം മുഖ്യമന്ത്രി വന്നേയല്ലേ ഉള്ളൂ, ഇനി MLA-മാരുടെ സത്യപ്രതിജ്ഞ ഉണ്ട്, മന്ത്രിമാരുടെ വകുപ്പുകളുണ്ട്, നിലവിലെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന് ഒരു വകുപ്പാകേണ്ടതുണ്ട്. അപ്പോഴും ഷാഫി പറമ്പിലിന് ഒരു നിലപാടില്ല എങ്ങനെയാണ് ആ വിഷയത്തിൽ പ്രതികരിക്കേണ്ടത് എന്നുള്ളത്. രണ്ടാമതൊരു കാര്യം കൂടി, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ, രാഹുൽ ഒളിവിൽ പോയ വിഷയത്തിൽ, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ചുള്ള ചർച്ചയിൽ, മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാതെ പോയ ചർച്ചയിലൊക്കെ ഷാഫി പറമ്പിലിന്റെ അഭിപ്രായം ചോദിച്ചു മാധ്യമങ്ങൾ പോയപ്പോൾ ഷാഫി കൊടുത്ത ബോഡി ലാംഗ്വേജ് ഒന്ന് ഡിഫെൻഡ് ചെയ്യാൻ പോലും പറ്റാതെ ഷാഫി മാധ്യമങ്ങളിൽ നിന്ന് ഒളിച്ചോടി മാധ്യമങ്ങളെ കാണാതെ നടന്നത്. അങ്ങനെ ഒരു സംഭവം പോലും ചാണ്ടി ഉമ്മന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇല്ല എന്നുള്ളതാണ്. മാധ്യമങ്ങൾ പറയുന്നിടത്ത്, അവർ പറഞ്ഞ് അവസാനിപ്പിക്കുന്നിടത്ത് മാത്രമേ ചാണ്ടി ഉമ്മൻ മാധ്യമ സമ്മേളനങ്ങൾ, പ്രസ്താവനകൾ അവസാനിപ്പിക്കാറുള്ളൂ എന്നുള്ളതാണ്.